ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം മിഡിൽ ഈസ്റ്റിൽ വലിയ ഒരു സംഘർഷത്തിന്റെ ഭീഷണിയാണ് നിലനിൽക്കുന്നത്. 2025 ജൂൺ 22 ഞായറാഴ്ച രാവിലെ ബങ്കർ ബസ്റ്റർ ബോംബുകളും ടൊമഹോക്ക് മിസൈലുകളും ഉപയോഗിച്ച് ഇറാന്റെ 3 ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ US ആക്രമിച്ചു. ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളായ ഫോദോ, നതാൻസ്, ഇസഹാൻ എന്നിവ നശിപ്പിക്കപ്പെട്ടുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണത്തിന് ശേഷം അന്താരാഷ്ട്ര തലത്തിൽ ആശങ്കകൾ ഉയർന്നു തുടങ്ങുന്നു. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇതിനെക്കുറിച്ച് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഏജൻസിയുടെ പ്രസ്താവന ഇതാണ്: 2025 ജൂൺ 22 ഞായറാഴ്ച നടന്ന ആക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. സോഷ്യൽ മീഡിയ എക്സിൽ അയച്ച സന്ദേശത്തിൽ ആണവ നിരീക്ഷണ ഏജൻസി പറഞ്ഞു, ഇതുവരെ ഓഫ്സെറ്റ് റേഡിയേഷൻ അളവിൽ വർധനവ് ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു അവർ. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഇറാനിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ നൽകും. IAEA അടിയന്തര യോഗം വിളിച്ചു. IAEA എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. അവർ ഒരു അടിയന്തര യോഗം വിളിച്ചു. അതേസമയം ആണവ നിരീക്ഷണ ഏജൻസിയുടെ തലവൻ ഗവർണർമാരുടെ ബോർഡിന്റെ അടിയന്തര യോഗം പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസ് ഞായറാഴ്ച എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ പറഞ്ഞു, ഇറാനിലെ ഗുരുതരമായ സാഹചര്യം കണക്കിലെടുത്ത് നാളെ ഞാൻ IAEA ബോർഡ് ഓഫ് ഗവർണർമാരുടെ അടിയന്തര യോഗം വിളിക്കുകയാണ്. US ഇറാനെ ആക്രമിച്ചതിന് ശേഷം ഇസ്രായേൽ ഇറാൻ യുദ്ധം മേഖലയിൽ വ്യാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് വിവിധ രാജ്യങ്ങൾ ഞായറാഴ്ച നയതന്ത്ര പരിഹാരങ്ങൾ തേടാനും സംയമനം പാലിക്കാനും അഭ്യർത്ഥിച്ചു. US ആക്രമണങ്ങൾക്ക് ശേഷം വിവിധ രാജ്യങ്ങളും സംഘടനകളും അവരുടെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണത്തിൽ താൻ വളരെയധികം ആശങ്കാകുലനാണെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസ് പറഞ്ഞു. ഈ സംഘർഷം പെട്ടെന്ന് നിയന്ത്രണം വിട്ടുപോകാനുള്ള സാധ്യതയുണ്ടെന്ന്, ഇത് പൗരന്മാർക്കും മേഖലയ്ക്കും ലോകത്തിനും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഗുട്ടറൻസ് പ്രസ്താവനയിൽ പറയുന്നു. മറ്റൊരു ആശങ്കാജനകമായ സംഭവമാണ് ഈ ആണവ നിലയങ്ങളിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് അണുവികിരണം ഉണ്ടായിട്ടുണ്ടോ എന്നത്. അതൊരു പക്ഷേ മേഖലയിലെ രാജ്യങ്ങൾക്കും ലോകത്തിനുമാകെ പരിഭ്രാന്തി ഉണ്ടാക്കിയേക്കാവുന്ന സംഭവം തന്നെയാണ്. എന്നാൽ തങ്ങളുടെ 3 ആണവോർജ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തി. ഈ 3 ആണവോർജ കേന്ദ്രങ്ങളും നേരത്തെ ഒഴിപ്പിച്ചതാണെന്നും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നുമാണ് ഇറാന്റെ അവകാശവാദങ്ങൾ. ആണവ വികിരണം ഉണ്ടാക്കുന്ന വസ്തുക്കളൊന്നും തന്നെ ഈ കേന്ദ്രങ്ങളിൽ ഇല്ലെന്ന് അവർ പറയുന്നു. നേരത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ പങ്കാളികളാകണമോ എന്ന തീരുമാനം 2 ആഴ്ചക്കുള്ളിൽ ഉണ്ടാകുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നതെങ്കിലും അപ്രതീക്ഷിതമായിരുന്നു അമേരിക്കയുടെ ആക്രമണം. അമേരിക്കയുടെ മാരകമായ B-2 ബോംബറുകൾ പസഫിക് സമുദ്രത്തിന് കുറുകെ പറന്നെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ആക്രമണം. ഉഗ്ര പ്രഹരശേഷിയുള്ള അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ വളരെ മാരകമായ അളവിൽ ആയുധം വഹിക്കാൻ ശേഷിയുള്ള വിമാനങ്ങളാണ്. എന്നാൽ എന്തൊക്കെ പറഞ്ഞാലും ആണവ പദ്ധതികളിൽ നിന്ന് തങ്ങൾ പിന്നോട്ട് പോകില്ലെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ആക്രമണം വളരെ വിജയമാണെന്നും ഇനി ഒരു ആക്രമണം ഉണ്ടാകില്ലെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഫോർദോ ആണവ നിലയം അവസാനിച്ചു എന്നാണ് ട്രംപിന്റെ അവകാശവാദം. സത്യത്തിൽ എന്താണ് ഈ അണുവികിരണം അഥവാ ആണവ വികിരണം? നിയന്ത്രിതമായ രീതിയിൽ അണുവിഘടനം നടത്തി ഊർജോൽപാദനം നടത്തുന്ന ഉപകരണമാണ് ആണവ റിയാക്ടർ. ഇത് സ്ഥാപിക്കുന്ന നിലയത്തെ ആണവ നിലയം എന്ന് വിളിക്കുന്നു. ഈ റിയാക്ടർ എന്നതൊരു സംഭരണിയാണ്. ഇതിനുള്ളിൽ ആണവ ഇന്ധനം അണുവിഘടനത്തിന് വിധേയമായി താപോർജം ഉൽപ്പാദിപ്പിക്കുന്നു.
വിഘടനത്തിന് വിധേയമാകുന്ന അണുക്കൾ ന്യൂട്രോണുകളെ പുറന്തള്ളുന്നു. ഈ ന്യൂട്രോണുകൾ മറ്റ് അണുകേന്ദ്രങ്ങളിൽ പതിച്ച് അവയും വിഘടിപ്പിച്ച് ചെയിൻ റിയാക്ഷൻ സംജാതമാകുന്നു. ചെയിൻ റിയാക്ഷനും ഉൽപ്പാദിപ്പിക്കുന്ന താപവും സ്ഥിരമായ നിരക്കിൽ നടക്കുന്നതിന് റിയാക്ടറിന്റെ കാമ്പിൽ നിയന്ത്രണ ദണ്ഡുകളും ഉത്സർജിക്കപ്പെടുന്ന ന്യൂട്രോണുകളുടെ വേഗത നിയന്ത്രിച്ച് അണുവിഘടനം കാര്യക്ഷമമാക്കുന്നതിന് മോഡറേറ്ററും ഉണ്ടായിരിക്കും. റിയാക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന താപം അവിടെ നിന്ന് നീക്കി ജലം തിളപ്പിക്കുന്നതിനായി റിയാക്ടർ ക്യാമ്പിൽ ഒരു ആണവ റിയാക്ടറിന്റെ പ്രധാന ഭാഗങ്ങൾ റിയാക്ടർ കോർ, ഇന്ധനം, ന്യൂട്രോൺ സ്രോതസ്, മോഡറേറ്റർ, നിയന്ത്രണ ദണ്ഡുകൾ, റേഡിയേഷൻ തടയുന്നതിനുള്ള കവചം, കൂളറൻസ്. ഇതിന്റെ അപകട സാധ്യത എത്രത്തോളമാണ്? റിയാക്ടറിനകത്ത് നടക്കുന്ന ചെയിൻ റിയാക്ഷൻ അനിയന്ത്രിതമാവുകയോ ശീതീകരണ സംവിധാനം പ്രവർത്തനരഹിതമാകുകയോ ചെയ്താൽ കാമ്പിലെ താപനില വളരെയധികം വർദ്ധിക്കുകയും കാമ്പും അതിൻ്റെ കവചങ്ങളും പൊട്ടിത്തെറിക്കുകയും ഭീമമായ ഒരു ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്യും. ഇത്തരം പ്രശ്നങ്ങൾ പല ആണവ നിലയങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ചെർണോബിൽ ദുരന്തം. ആണവ വികിരണം കൊണ്ട് എന്തൊക്കെയാണ് ദുരന്തങ്ങൾ ഉണ്ടാവുന്നത്? 1. ജൈവകോശങ്ങളെ നശിപ്പിക്കുന്നു. 2. പ്രോട്ടീൻ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു. 3. ഗാമ വികിരണങ്ങൾ DNA തന്മാത്രയിലെ ജനിതക പരിവർത്തനം ഉണ്ടാക്കുന്നു. 4. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്നു. 5. ജനിതക വൈകല്യങ്ങൾക്ക് കാരണമാകുന്നു. 6. ജൈവ വൈവിധ്യം നശിപ്പിക്കുന്നു. അണുവികിരണം എന്നാൽ അസ്ഥിരമായ അണുകേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഊർജം അല്ലെങ്കിൽ കണങ്ങളെ പൊതുവായി സൂചിപ്പിക്കുന്ന പദമാണ്. ഇത് പ്രകൃതിയാ ഉള്ളതോ മനുഷ്യനിർമ്മിതമോ ആകാം. റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളിൽ നിന്നുള്ള വികിരണം ഇതിന് ഉദാഹരണമാണ്. അണുവികിരണം പ്രധാനമായും 3 തരത്തിലുണ്ട്. 1. ആൽഫ വികിരണം, ആൽഫ റേഡിയേഷൻ. ഹീലിയം അണുകേന്ദ്രത്തിന് തുല്യമായ കണങ്ങളാണ് ആൽഫ കണങ്ങൾ. ഇവയ്ക്ക് താരതമ്യേന കുറഞ്ഞ ദൂരം മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. പേപ്പർ പോലുള്ള നേരിയ വസ്തുക്കൾ കൊണ്ടും തടയാനാകും. മറ്റൊന്ന് ബീറ്റ വികിരണം, ബീറ്റ റേഡിയേഷൻ. ഇലക്ട്രോണുകളോ പോസിട്രോണുകളോ ആണ് ബീറ്റ കണങ്ങൾ. ഇവ ആൽഫ കണങ്ങളെക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിക്കും. കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് തടയാം. മൂന്നാമത്തേതാണ് ഗാമ വികിരണം, ഗാമ റേഡിയേഷൻ. ഉയർന്ന ഊർജമുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് ഗാമ വികിരണങ്ങൾ. ഇവയ്ക്ക് വളരെ കൂടുതൽ ദൂരം സഞ്ചരിക്കാനും കട്ടിയുള്ള വസ്തുക്കളെ തകർക്കാനും കഴിയും. അണുവികിരണം പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുമുണ്ട്. വൈദ്യശാസ്ത്രത്തിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഇത് സഹായകമാണ്. വ്യവസായ രംഗത്ത് ഉൽപാദന രീതികൾ മെച്ചപ്പെടുത്താനും ഇത് ഉപയോഗിക്കുന്നു. അതേസമയം അമിതമായ അണുവികിരണം മനുഷ്യന്റെ ആരോഗ്യത്തിന് ദോഷകരമാണ്.